ഏവർക്കും നമസ്കാരം. മഹാകാളി മിസ്റ്റേക്സിലേക്ക് സ്വാഗതം. പ്രപഞ്ചം വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നെപ്റ്റ്യൂൺ ഗ്രഹം മേടം രാശിയിലേക്ക് മാറുന്ന അതിപ്രധാനമായിട്ടുള്ളൊരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മാറ്റം നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും? 2026 ജനുവരി 27 ഗ്രഹനിലകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ടാറോട്ട് കാർഡ് വഴി ഒന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നേരിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പലതരത്തിലുള്ള സ്പിരിച്വൽ ചതിക്കുഴികൾ പോലും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കെണികളും കൂടി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഒരു പോസിറ്റിവിറ്റിക്ക് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളൊരു ദേവനുണ്ടെങ്കിൽ അതിന് അസുരനുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പോസിറ്റിവിറ്റീനെയും നെഗറ്റിവിറ്റീനെയും നമ്മൾ ഉൾക്കൊണ്ട് ശരിയായ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള വഴി ശരിയായ രീതിയിൽ തുറന്നു വരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഡൗൺ ആക്കാനും നമ്മുടെ ഇമോഷൻ, ഒരുപാട് നമ്മുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം, ഇതൊക്കെ ഒരുപാട് പുറത്തു വരാനുള്ള സാധ്യതകളൊക്കെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു സഡൻ ചേഞ്ച് 1-2 ദിവസം കൊണ്ട് നമുക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ അത് മാറ്റങ്ങൾ പടിപടിയായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ കാത്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള അംഗീകാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. ബാഹ്യമായിട്ടുള്ള പുരോഗതിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ പുരോഗതി അളക്കേണ്ടത് പുറമേ ഉള്ള ഒരു അവസ്ഥയിൽ കൂടിയല്ല അല്ലേ? അപ്പോൾ നമ്മൾ പീപ്പിൾ പ്ലീസിങ് മെൻറ്റാലിറ്റി ഉണ്ടാവും. മറ്റുള്ളവർ നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം സഹിക്കേണ്ട ആൾക്കാരാണ്, എല്ലാം വിട്ടുകൊടുക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ചിന്താഗതികളൊക്കെ നമുക്ക് ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരുപാട് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള അവസ്ഥകൾ, പാറ്റേൺ, കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വീണ്ടും കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ ആത്മീയമായിട്ടുള്ള പുരോഗതി അളക്കേണ്ടത് നമ്മുടെ വസ്ത്രധാരണത്തിൽ കൂടി അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിലുള്ള ഇമേജിൽ കൂടിയോ അല്ല, നേരെ മറിച്ച് നമ്മുടെ ഉള്ളിലെ സമാധാനത്തിലൂടെയാണ്. നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച ഉണ്ടെന്ന് പറയാം. അപ്പോൾ ചിലർക്ക് സംശയം തോന്നിയേക്കാം, ഞാൻ മറ്റുള്ളവർ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസസ് ചെയ്യുന്നു, പക്ഷേ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ നിങ്ങളുടെ വഴി കറക്റ്റായിട്ട് വേറെ തലത്തിൽ കൂടി പ്രപഞ്ചശക്തികൾ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വഴി അവരുടെ വഴി ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നിങ്ങൾ സ്മരിക്കുന്ന ഭഗവാനെ, അത് ദേവി ആയിക്കോട്ടെ ദേവനായിക്കോട്ടെ, നിങ്ങൾക്ക് ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആത്മീയ വഴിയിലാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ സമാധാനത്തിൽ കൂടിയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ അത് പ്രപഞ്ചശക്തി തന്നെ നിങ്ങൾക്ക് ഗുരുതുല്യരായിട്ട് വന്നിട്ട് നിങ്ങൾക്കുള്ള വഴി കാട്ടും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്തെ സിറ്റുവേഷനിൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ട് ഗ്രോ ചെയ്തിട്ടില്ല, എനിക്ക് മാറ്റമില്ല എന്ന് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഓരോരുത്തരുടെ വഴികളും വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയത്ത് മനസ്സ് പെട്ടെന്ന് ആശയക്കുഴപ്പത്തിലാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കേട്ടോ, കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തിരക്ക് പിടിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടച്ചിട്ട മുറികളിൽ അല്ലെങ്കിൽ കുറേ നേരം ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കുക. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു സമയത്ത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള പോർട്ടൽസ് ഓപ്പൺ ആവുന്നതോടുകൂടി നെഗറ്റീവായിട്ടുള്ള പോർട്ടൽസ് കൂടി ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഡാർക്കിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും വെളിച്ചമാണ് ആവശ്യം. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഭഗവാനെ സ്മരിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഡിവോഷണൽ ആയിട്ടുള്ള ഭക്തിഗാനങ്ങൾ കാര്യങ്ങളൊക്കെ ശ്ലോകങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ മനസ്സിന് പോസിറ്റീവ് തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. കുറച്ചൊന്ന് പുറത്തൂടെയൊക്കെ നടക്കുക, പോസിറ്റീവായിട്ട് സ്ഥലങ്ങളിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അനാവശ്യമായിട്ട് പിന്നെ നല്ലവനാവാൻ ശ്രമിക്കരുത്. അതായത് പീപ്പിൾ പ്ലീസിങ് മെൻറ്റാലിറ്റി. അപ്പോൾ നോ പറയാൻ കൂടി പഠിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും ഞാൻ സമാധാനമുള്ള ആളാണ്, ശാന്തനാണ് എന്ന് മറ്റുള്ളവരെ
കാണിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വികാരങ്ങളെ അടിച്ചമർത്തേണ്ട ആവശ്യമില്ല. അതൊരിക്കലും ആത്മീയതയല്ല. ആത്മീയത എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾക്ക് വിഷമമുണ്ടോ, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ആ വിഷമത്തിന് അംഗീകരിക്കാം. അപ്പോൾ ആ വിഷമത്തെ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ എഴുതുക ഒരു പേപ്പറിൽ, നിങ്ങളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എഴുതി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിലേക്ക് സമർപ്പിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറും. അപ്പോൾ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം എന്ന് കരുതിയിട്ട് ഞാൻ ആത്മീയ പാതയിലാണ്, സ്പിരിച്വൽ പാതയിലാണ്, അപ്പോൾ എനിക്ക് വിഷമങ്ങൾ ഉണ്ടാവാനേ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാറ്റം വരുന്നതനുസരിച്ചിട്ട്, നമ്മൾ കൂടുതൽ ഗ്രോത്തിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പുറത്തേക്ക് വരും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് വഴി ഇത്തരം നെഗറ്റീവായിട്ട് തോട്ടുകൾ, കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മുടെ മുൻജന്മ കർമ്മ ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാറ്റേൺ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ പൂർവികരുടെ ആൻസസ്റ്റേഴ്സിൻ്റെ ബ്ലൂ പ്രിൻറ്റ്സ് ആയിരിക്കാം. അപ്പോൾ അവരുടെ ട്രോമയായിരിക്കാം. അപ്പോൾ അവരുടെ ട്രോമ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അറിയാലോ, DNA എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികരുടെ ഒക്കെ DNA കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ അതുവഴിയുള്ള പാറ്റേൺ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വീണ്ടും കടന്നു വന്നേക്കാം. അപ്പോൾ അതിനെ ഹീൽ ചെയ്യേണ്ടത്, അതിനെ മാറ്റേണ്ടത് ആരാണ്? നമ്മളാണ്. അപ്പോൾ നമ്മുടെ വരും തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതൊരു ശാപമോ ശിക്ഷയോ ഒന്നുമല്ല. ഓക്കെ, അപ്പം അവരുടെ തലമുറകളായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൈമാറ്റം ചെയ്ത് നമ്മൾ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിനൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം നമുക്ക് തരുന്നൊരു അവസരമാണിത്. ഈ അവസരത്തെ നമ്മൾ വിനിയോഗിക്കാൻ കൂടി ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന പഴയ സൗഹൃദം, സാഹചര്യം, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരുത്തി ചതിക്കുന്ന ആൾക്കാർ, വീണ്ടും നമുക്ക് മുറിവ് തരുന്ന ആൾക്കാർ, ഇതിനൊന്നും നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിനെ ഉപേക്ഷിക്കുക. അപ്പോൾ അസ്വസ്ഥത തോന്നുന്ന ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരിക്കലും വീരത്വമല്ല, മറിച്ച് നിങ്ങളുടെ വളർച്ചയുടെ ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടി പ്രപഞ്ചം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം വീണ്ടും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം, വികാരം, ഊർജ്ജം ഇതിനെല്ലാം നമ്മൾ ചെലവഴിക്കുന്നുണ്ടാവും അല്ലേ. അവർ വീണ്ടും സെൻറ്റിമെൻ്റലായിട്ട് വരും, അയ്യോ സോറി പറയും, വീണ്ടും നമ്മുടെ സമയം അവർ നഷ്ടപ്പെടുത്തും, നമ്മുടെ പൈസ അവർ വീണ്ടും കൊണ്ടുപോകും. അപ്പോൾ അതിനൊന്നും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനെല്ലാം നമ്മൾ നോ പറഞ്ഞ് ബ്ലോക്ക്, ഇത്തരം ആൾക്കാരെ ബ്ലോക്ക് ചെയ്യേണ്ടതാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും ഒരു തെറ്റല്ല. നോ പറയേണ്ടടുത്ത് അത് പറയാൻ ശീലിക്കുന്നത് ആത്മീയ പുരോഗതിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചിലർ ചിന്തിക്കും ഇതിൻ്റെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അപ്പോൾ ഞാനങ്ങനെ നോ പറയാൻ പാടില്ല, ഞാനിത് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ടതാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സമാധാനം കളയുന്ന ബന്ധങ്ങൾ എത്ര വലിയതാണെങ്കിലും അതിനെ മാറ്റേണ്ടത് ആവശ്യമാണ്. കാരണം ചില പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, മുൻജന്മ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അവയ്ക്കും ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ അതിനൊന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നീട് ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ ചില കാര്യങ്ങൾ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും. പക്ഷേ സറണ്ടറിങ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒന്നും ചെയ്യാതിരിക്കലല്ല. അപ്പം ഭാവിയിൽ മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തിന് ഉൾക്കൊള്ളാതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങുക. പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് പ്രപഞ്ചത്തിന് മുമ്പിൽ നമ്മളെല്ലാം സമർപ്പിക്കും എന്ന് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാതിരിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്ത് വർക്ക് ചെയ്ത് അത് പ്രപഞ്ചത്തിന് സമർപ്പിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദൈവത്തോട് സഹായം ചോദിച്ച്, മുന്നോട്ടുള്ള വഴികൾ ചോദിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ വഴി തെളിഞ്ഞു വരും. അപ്പോൾ എല്ലാം ഇതുപോലെ നടക്കുമെന്ന് പറഞ്ഞിട്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ചുവട് നമ്മൾ വെക്കണം. ചിലപ്പോൾ നമ്മൾ സഹായം ചോദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പ്രപഞ്ചം എപ്പോഴും സഹായിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം സഹിക്കണം എന്നർത്ഥമില്ല. നമ്മൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് കണക്ട് ചെയ്ത് വരുന്നൊരു എനർജി. അപ്പോൾ ഇവിടെ കണ്ടോ, പല കാര്യങ്ങളിലും നിങ്ങൾ കൺഫ്യൂഷനായിട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഹ്യൂജ് ചേഞ്ചാണ് വരുന്നത്. ചതിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എടുത്ത് ചാടി ഒന്നും തീരുമാനം എടുക്കാതിരിക്കുക. അപ്പോൾ ബാലൻസ് ആവശ്യമുണ്ട്. ഒരു റീബർത്ത് സ്റ്റേജ്, ഒരു എന്താ പറയുക, ഒരു പുതിയൊരു ജന്മത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ട് എല്ലാ അസ്വസ്ഥതകളും ഈ സമയത്ത് ഉണ്ടായേക്കാം. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അത് മാറി പുതിയ കാര്യങ്ങൾ വീണ്ടും ലൈഫിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഓരോ രാശിയിലും വരുന്നത് എനർജറ്റിക് ലെവലൊന്ന് കണക്ട് ചെയ്യാം. അപ്പം മേഡം രാശിക്കാരുടേത് എനിക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. പഴയ ശീലങ്ങൾ, കാര്യങ്ങൾ എന്താണോ നിങ്ങളുടെ മാറ്റത്തിന് തടയുന്നത് അതിനെ മനസ്സിലാക്കി അതിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. പിന്നെ ഇടവത്തിന് വരുമ്പോൾ തൊഴിൽ നേട്ടങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ തർക്കങ്ങൾ ഒഴിവാക്കുക കേട്ടോ. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള വാക്ക് തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ചൊരു ക്ഷമയോടെ കാത്തിരിക്കുക.
അപ്പോൾ മിഥുനത്തിന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നല്ലൊരു ദിവസമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് എല്ലാം പഠിക്കാൻ സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണോ തയ്യാറെടുക്കേണ്ടത് അത്തരം കാര്യങ്ങളിലും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് തീർച്ചയായിട്ടും പുരോഗതിയിലേക്ക് തന്നെ നയിക്കും. ഓക്കെ, നമുക്കിനി മിഥുനത്തിന് വരുമ്പോൾ മാനസികവും വൈകാരികമായിട്ടുള്ളൊരു ഊർജ്ജം, എനർജറ്റിക് ലെവലിൽ നിങ്ങൾക്കൊരു പുതിയ എനർജി വന്ന് കണക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പുതിയ ആശയങ്ങൾ വന്ന് കണക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നല്ലൊരു സമയം തന്നെയാണ്. അപ്പോൾ കർക്കിടകത്തിനാണെങ്കിൽ ചില ഒളിച്ചു വെച്ച കാര്യങ്ങൾ പുറത്ത് വരാനുള്ള സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ അന്നത് മനസ്സിലാക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പത്തിക കാര്യത്തിലും നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ഒരു പങ്കാളിത്ത രീതിയിൽ പാർട്ട്ണർഷിപ്പായിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ അതിൽ സത്യസന്ധത പുലർത്തുക. മാത്രമല്ല, സത്യസന്ധരായിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ ഭാഗത്തേക്ക് ചേർക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ചിങ്ങത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബന്ധങ്ങളിൽ ചില തരത്തിലുള്ള പിരിമുറുക്കം, അതായത് ഒരു ഫ്രസ്ട്രേഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറണം എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ നിങ്ങളുടെ നാട്ടിലെ തെറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ക്ഷമ ചോദിക്കാനും മടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ റിലേഷൻഷിപ്പാണ് കൂടുതലായിട്ടും ചിങ്ങത്തിൽ നിന്ന് ഇന്നും ഈ ഒരു ആഴ്ചയായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. ഇപ്പോൾ കന്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ ജോലിയും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അനാവശ്യമായിട്ട് തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക കേട്ടോ. സ്വത്ത് തർക്കം, അനാവശ്യമായിട്ടുള്ള വാക്തർക്കമൊക്കെ, വെറുതെ തർക്കങ്ങൾ വന്ന് കണക്ട് ചെയ്യാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാണ്. അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ തുലാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതെന്താണോ നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളൊരു പാഷൻ, നിങ്ങളുടെ ജോലി കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും വിജയിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, വൃശ്ചികത്തിൽ നമുക്ക് വരുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിന് വ്യത്യാസം വന്നേക്കാം. കളക്റ്റീവായിട്ടുള്ള എനർജി മാത്രമാണ് കേട്ടോ അത്. ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് റിസണേറ്റ് ആയില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായേക്കാം. പിന്നെ വൃശ്ചികത്തിൽ നോക്കുകയാണെങ്കിൽ കുടുംബജീവിതത്തിലും വീട്ടിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ പഴയ വികാരങ്ങൾ, അതൊരു കമ്മ്യൂണിക്കേഷൻ ഒത്തുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം വരുവാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളത് ദേഷ്യത്തിലല്ല, നിങ്ങൾ അന്ന് ഞാൻ ഇന്ന പോലെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, സോ എനിക്കത് ഫീലിങ്സ് ഉണ്ടായി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തുറന്ന് പറയുന്നതൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് സഹായിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ധനു വരുവാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു സ്വാധീനം ഉണ്ടാകുന്നൊരു കാലമാണ്. എഴുത്തിലും സംസാരത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ മോട്ടിവേഷൻ സ്പീക്കർ, ലൈഫ് കോച്ചിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നല്ലതാണ്. അല്ലാതെ തന്നെ ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇൻറ്റ്യൂഷനിൽ കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ എഴുതുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ലൊരു ഫീൽഡാണ് കേട്ടോ. അപ്പോൾ മകരത്തിൽ നോക്കുകയാണെങ്കിൽ സാമ്പത്തിക കാര്യത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നൊരു സമയമാണ്. ചില ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സമയമാണ്. നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാനുള്ളൊരു സമയമാണ്. സെൽഫ് വാല്യൂവിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് കണക്ട് ചെയ്യും. നേതൃത്വപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ തുടക്കം, വ്യക്തിത്വ വികസനത്തിനൊക്കെ ഏറ്റവും മികച്ച ദിവസമാണ്. അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾക്കത് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. മീനത്തിൽ വരുവാണെങ്കിൽ മീനം നിങ്ങളുടെ ഉള്ളിലുള്ള ഫിയർ, ആന്തരികമായിട്ടുള്ള ഭയം, സങ്കടത്തെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. അതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നു എന്നാണ് കാണുന്നത്. പഴയ കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയില്ല. നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് അത് കൊണ്ടുപോകുന്നത് കൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ മീനം രാശിക്കാർ ഇത് പഴയ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞ് ഇന്ന് തന്നെ സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീണ്ടും വീണ്ടും നിങ്ങളുടെ സമാധാനം കളയുന്ന സാധനം എന്താണെന്ന് അതിനെ കണ്ടെത്തി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ കളക്റ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു എനർജി തരുമെങ്കിലും അമിതമായിട്ടുള്ള ദേഷ്യം, വാശിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൊത്തത്തിൽ കളക്റ്റീവായിട്ട് വരുമ്പോൾ കേട്ടോ. മിനത്തിന് മാത്രമല്ല, എല്ലാവർക്കും കൂടിയാണ്.
അപ്പോൾ സംയമനം പാലിക്കുക, എടുത്ത് ചാടി കാര്യങ്ങൾ തീരുമാനിക്കാതിരിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ വരുന്നൊരു ഫീലിങ്സ് കാര്യങ്ങൾ അതൊക്കെ താൽക്കാലികമാണ് കേട്ടോ. ഈ ഒരു രാശിമാറ്റത്തിൻ്റെ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥിച്ചും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ കണക്ട് ചെയ്തും പുതിയ മാറ്റത്തിലേക്ക് തയ്യാറെടുത്തിട്ടും കൊണ്ടൊക്കെ ഒരു ഗ്രോത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വലിയ മാറ്റത്തിലേക്കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ മാറ്റം നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും ജീവിതത്തിൽ ഒരുപാട് ഉന്നമനം ഉണ്ടാവാനൊക്കെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമ്മളെ നെഗറ്റീവായിട്ട് തളർത്തുന്ന ആൾക്കാരിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയം കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള കളക്റ്റീവായിട്ടുള്ള മെസ്സേജായിട്ട് വരുന്നത്. ഞാൻ നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറോട്ട് റീഡിങ്, സ്പിരിച്വൽ ഗൈഡൻസ്, കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഫെബ്രുവരി 3 മുതലാണ് പുതിയ സ്ലോട്ട് ബുക്കിംഗ് തുടങ്ങുന്നത്. ചെറിയൊരു ബ്രേക്കിലായിരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പിന്നെ ഒരു കാര്യം, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ഇതൊക്കെ ഒരു ദിവസത്തെ എനർജി അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.